അന്ന് മുതൽ മരിക്കുന്നത് വരെ ഓരോ പെൺകുഞ്ഞുങ്ങളുടെ ദേഹത്തൂടെ ഒരു നീചന്റെ കണ്ണും പതിയാതെ പോകുന്നില്ല. എന്ന് മാറും ഈ സമൂഹം? സമർപ്പണം. അളവില്ലാതെ പിച്ച് ചീന്നപ്പെട്ട പെൺജന്മങ്ങൾക്ക് വേണ്ടിയല്ല, ഒരു മെഴുകുതിരി കത്തിത്തീരും വരെ മാത്രം സഹനോപേക്ഷ കെട്ടിയാടുന്നത് എനിക്കിതൊരിക്കലും സംഭവിക്കില്ല എന്ന് ആശ്വസിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും. പൊന്നു മോളെ, പൊന്നു എവിടെയാണ്? ഇങ്ങനെ വാടാ പൊന്നു. അച്ഛൻ പോയിട്ട് വരുമ്പോ എനിക്ക് മോൾ ഉണ്ടായി കൊടുത്തല്ലോ. എനിക്ക് വാ അച്ഛൻ്റെ മക്കള്. അച്ഛൻ ടൗൺ വരെ പോയിട്ട് വരും കേട്ടോ. മോര് മുട്ടായി എല്ലാം കഴിച്ചിട്ട് വരാം. ഇവിടെ നിൽക്കുകയാണോ? പൊന്നു നമ്മ ഭക്ഷണം എത്തിച്ചിട്ടുണ്ട്. കഴിക്കണം, കുടിക്കണം, ചേട്ടന് കൊടുക്കണം. വയറ്റാക്കോ അയ്യോ അച്ഛൻ ഇവിടെ ഇല്ല. അച്ഛനെ പറ്റി അറിയാമല്ലോ അച്ഛനില്ലാന്ന്. ഞാൻ സുന്ദരിക്കുട്ടിക്ക് എന്താ കൊണ്ടുവന്നേ നോക്കിയേ. പക്ഷേ എനിക്ക് കൊതി തീർന്നില്ല. ഇനിയും 3-4 കൊണ്ടുവരെ എനിക്കിങ്ങനെ ചെയ്യണം. എന്ത് ചെയ്യും? മനുഷ്യ മനസ്സിനെ ഞെട്ടിച്ച ഒരു ദാരുണ സംഭവമാണ് ഇന്നലെ അറിഞ്ഞിരിക്കുന്നു. നമുക്ക് ജനങ്ങളോട് അഭിപ്രായം ചോദിക്കാം. കണ്ട ബംഗാളികളൊക്കെ ഇവിടെ വന്ന ഇതിനപ്പുറം സംഭവിക്കും. ഇനി ഇപ്പൊ എന്ത് ചെയ്യാനാ? കർമ്മങ്ങൾ ചെയ്യാനോ? നോമോ? നടക്കില്ല. അതും അന്യ സംസ്ഥാനത്തിൽ ആർക്ക് വേണ്ടിയോ? നടക്കില്ല. ഞാനും എന്റെ ഫോഴ്സും പരമാവധി ശ്രമിച്ചെങ്കിൽ കുട്ടിയെ എനിക്ക് രക്ഷിക്കാനായില്ല. പക്ഷേ പ്രതികളെ ഞങ്ങൾ പിടിച്ചു, അവരെ ജയിലിൽ അടച്ചിട്ടുണ്ട്. എന്റെ പ്രതികൾക്ക് വേണ്ടിയിട്ട് അന്ന് രക്ഷപ്പെട്ട പ്രതികളെ നമ്മൾ തൂക്കി വയ്ക്കുന്നതായിരിക്കും. എന്റെ പാർട്ടിയും എല്ലാവരും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും. കുട്ടിയെ എനിക്ക് രക്ഷിക്കാനായില്ല, പക്ഷേ കുട്ടിക്ക് കൊടുക്കാൻ, കുട്ടിയുടെ വീട്ടിൽ കൊടുക്കുന്ന പ്രതികളെ ഞങ്ങൾ